സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഈ ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ തന്നെ ഉള്ളതാണ്. ഒരു ഓർഗനൈസേഷൻ 300 ഓർ മോർ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എന്ത് വേണമെന്നാണ്, സ്റ്റാൻഡിങ് ഓർഡേഴ്സ് വേണമെന്നാണ് ഓർഗനൈസേഷൻ. എന്തായിരിക്കും സ്റ്റാൻഡിങ് ഓർഡേഴ്സ്? സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഇസ് നത്തിങ് ബട്ട് എ സെറ്റ് ഓഫ് ലോസ് ഓർ പോളിസി ദാറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. എന്തിനാ ലേബർ ലോസ് കൊണ്ട് തന്നെ? നമ്മുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യണം, കമ്പനിയുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യണം, കമ്പനിയിൽ വർക്ക് ഹാർമണി ഉണ്ടാവണം, ഇതൊക്കെയല്ലേ. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ റോഡ് സുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്നത് പോലെ തന്നെ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടായാലേ നമുക്കിത് പാലിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിസിപ്ലിൻ്റെ കേസിൽ, അറ്റൻഡൻസിൻ്റെ കേസിൽ, ലീവിൻ്റെ കേസിൽ, കണ്ടക്ട്, ടെർമിനേഷൻ പ്രൊസീജിയർ, അങ്ങനത്തെ എല്ലാ കേസിലും ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അതിനെയാണ് എന്ത് പറയുക? സ്റ്റാൻഡിങ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റാൻഡിങ് ഓർഡേഴ്സ് കംസ് അണ്ടർ എന്ത് കോഡാ? ഞാൻ എന്ത് കോഡിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിൻ്റെ അണ്ടറിലാണ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് തന്നെ. സ്റ്റാൻഡിങ് ഓർഡേഴ്സ് നമുക്ക് ചുമ്മാ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഇന്ന് കമ്പനി വന്നിട്ട് പറയാണ് ഇതാണ് എൻ്റെ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സെൻട്രൽ ഗവൺമെൻറ് ഒരു ടെംപ്ലേറ്റ് സ്റ്റാൻഡിങ് ഓർഡർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ടെംപ്ലേറ്റ് സ്റ്റാൻഡിങ് ഓർഡർ ഐദർ വി ക്യാൻ ആ സ്റ്റാൻഡിങ് ഓർഡറിന് ഡയറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം വിത്തൗട്ട് ചേഞ്ചസ്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സെറ്റ് ഓഫ് റൂൾസ് ഒക്കെ അതിനകത്തുണ്ട്. റൂൾസ് മീൻസ് അവർ ഫോളോ ചെയ്യുന്ന പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. ഇനി അതല്ല, നമുക്ക് സ്വന്തമായിട്ട്, ഇത് പുതിയ നിയമമാണ്, നേരത്തെ 300 ബിലോ ഉള്ള എംപ്ലോയീസ് ഉള്ള ഓർഗനൈസേഷൻ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്യണം എന്നായിരുന്നു. പക്ഷേ പുതിയ നിയമം അനുസരിച്ച് 300 ഓർ മോർ ഉള്ള ഓർഗനൈസേഷൻസ് മാത്രം എന്തുണ്ടാക്കിയാൽ മതി? സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഉണ്ടാക്കുമ്പോൾ എന്ത് വേണം? ആരുടെയൊക്കെ സമ്മതം വേണം? യെസ്, വർക്കേഴ്സാണ്. വർക്കേഴ്സ് മേജർലി വർക്കേഴ്സ് അല്ല. അവിടെ എന്തുണ്ടാവും? 300 എംപ്ലോയീസ് ഉള്ള ഒരു ഓർഗനൈസേഷനിൽ എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? യൂണിയൻ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ആർക്ക് റിവ്യൂ ചെയ്യാൻ കൊടുക്കണം? യൂണിയന് കൊടുക്കണം. യൂണിയൻ റിവ്യൂ ചെയ്യണം. യൂണിയൻ അതിന് അപ്പീൽ പറഞ്ഞാൽ നമ്മളത് വീണ്ടും റീറൈറ്റ് ചെയ്യണം. വൺസ് ഈ രണ്ട് യൂണിയനും ഓർഗനൈസേഷനും തമ്മിൽ പരസ്പര സമ്മതത്തോടെ ഉണ്ടാക്കുന്ന ഒരു ഉടമ്പടിയാണ് എന്ത് വരാം? സ്റ്റാൻഡിങ് ഓർഡർ. ഈ സ്റ്റാൻഡിങ് ഓർഡർ വൺസ് ഇവർ യൂണിയനും അപ്രൂവ് ആയിക്കഴിഞ്ഞാൽ സ്റ്റാൻഡിങ് ഫോഴ്സ് എന്ന് വെച്ചാൽ നിയമ പ്രാബല്യത്തിൽ വരും. നെക്സ്റ്റ് വൺ സോഷ്യൽ സെക്യൂരിറ്റി കോഡാണ്. സോഷ്യൽ സെക്യൂരിറ്റി കോഡിലാണ് മേജർ ഈ പറയുന്ന എന്ത് വരുന്നത്? EPF, ESI, ഗ്രാറ്റുവിറ്റി, മെറ്റേണിറ്റി ബെനിഫിറ്റ് വരുന്നത്. ഗ്രാറ്റുവിറ്റി നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഗ്രാറ്റുവിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണേ? ബേസിക് പ്ലസ് DA ഇൻറ്റു 15/26 ഇൻറ്റു സർവീസ് ഇയർ, റൈറ്റ്. എത്ര സർവീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രാറ്റുവിറ്റി കിട്ടും? 5 years ആണോ? കറക്റ്റ് 5 years ആണെങ്കിൽ ഗ്രാറ്റുവിറ്റി കിട്ടും. 5 years കംപ്ലീറ്റ് ചെയ്താലേ കിട്ടുള്ളൂ. മേജർ ഓർഗനൈസേഷൻസ് 5 years വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് 5 years വേണമെന്നില്ല. 4 years and 240 days അല്ലെങ്കിൽ 8 months. 4 years and 8 months കംപ്ലീറ്റ് ആക്കിയാൽ മിനിമം എലിജിബിലിറ്റി ആയി. എന്ന് വെച്ചാൽ നമുക്ക് എന്തിനും ഗ്രാറ്റുവിറ്റിക്ക് എലിജിബിലിറ്റി ആയി 4 years and 8 months ഉണ്ടെങ്കിൽ. അപ്പോൾ 4 years 8 months നമുക്ക് എന്ത് കിട്ടും? ഗ്രാറ്റുവിറ്റി കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതനുസരിച്ച് നമ്മുടെ വേജസ് റീസ്ട്രക്ചർ ചെയ്യുമ്പോൾ ബേസിക് പ്ലസ് DA കൂടില്ലേ? ബേസിക് പ്ലസ് DA കൂടുമ്പോൾ നമുക്ക് എന്ത് കൂടും? ഗ്രാറ്റുവിറ്റി കിട്ടും അല്ലേ? അപ്പോൾ ഗ്രാറ്റുവിറ്റിയിൽ വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ഈ സെയിം റൂൾ തന്നെയാണ്, ഒരു വ്യത്യാസം വന്നിട്ടില്ല. പക്ഷെ അതിനെ ഈ ഇൻഡസ്ട്രിയൽ കോഡിൻ്റെ അണ്ടറിൽ, സോഷ്യൽ സെക്യൂരിറ്റി കോഡിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നു മാത്രമേ. മെറ്റേണിറ്റി ബെനിഫിറ്റ് എങ്ങനെയാണ് കൊടുക്കുക? 6 months ഓഫ് പെയ്ഡ് ലീവ് അല്ലേ? 6 months എന്നാണോ പറയണേ? 20 അങ്ങനെയാണ് പറയാം. 26 എത്ര ദിവസം അത്? 180 അല്ല, 180 26 × 7 ചെയ്ത് 180 ആണോ തന്നെ? അല്ല, 182 days ആണ്. ഞാൻ എപ്പോഴും 182 days എന്നാണ് പറയുള്ളൂ. 182 days ആണ് എന്ത് പറയുക? മെറ്റേണിറ്റി ലീവ് വരാം. എത്ര ഡെലിവറി വരെ 182 days കിട്ടും? ഫസ്റ്റ് 2 എന്തിനാ കിട്ടും? 182 days കിട്ടും. അപ്പോൾ 3rd മുതലോ? നിങ്ങൾക്കത് അറിയാം, ഞാൻ ജസ്റ്റ് ചോദിക്കുന്നുള്ളൂ. 12 weeks ആണോ? അപ്പോൾ 12 weeks എന്ന് പറയുമ്പോൾ എത്ര ഡേയ്സ്? 12 × 7 84 days. 84 days ആണ് എന്ത് കിട്ടുക? 3rd child onwards കിട്ടാം. ഓക്കെ. 4th ചൈൽഡിന് എത്ര കിട്ടും? 4th ചൈൽഡിന് എത്ര കിട്ടും? ഇത് തന്നെ കിട്ടും അല്ലേ? 84 days തന്നെയായിരിക്കും. ഓക്കെ. ഇനി ഇൻ കേസ് ഓഫ് മിസ്കാരേജ്
സരോഗസി, ആ കേസിൽ എന്ത് കിട്ടും? ഒരു സരോഗേറ്റ് മദർ ആണെങ്കിൽ എത്ര കിട്ടും? ഒരു അഡോപ്റ്റ് ചെയ്യണ മദർ ആണെങ്കിൽ എത്ര കിട്ടും? സരോഗസി എന്താണെന്ന് അറിയില്ലേ? ഇല്ലേ? അറിയില്ലേ? ഓക്കെ. സരോഗേറ്റിംഗ് മദറിനും ഇപ്പോൾ നയൻതാരയുടെ കേസ് എടുക്കാം. നയൻതാര സരോഗേറ്റിംഗ് മദറാണോ? അല്ല. നയൻതാരയ്ക്ക് വേണ്ടി വേറൊരു മദറാണ് സരോഗേറ്റ് ഏറ്റെടുത്തത്. ആള് വർക്കിംഗ് ആയിരുന്നെങ്കിൽ ആൾക്ക് എത്ര കിട്ടും? ആളാണ് പ്രസവിച്ചത്. അപ്പോൾ ആൾക്ക് എത്ര കിട്ടും? ആൾക്ക് 182 days കിട്ടും. പക്ഷെ നയൻതാരയ്ക്ക് വർക്കിംഗ് ആയിരുന്നെങ്കിൽ എത്ര ദിവസം കിട്ടും? ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. നയൻതാരയ്ക്ക് എത്ര കിട്ടും? ഇഷ്ടപ്പെട്ടില്ലേ ചോദിച്ചത്? 84 days കിട്ടുള്ളൂ. 84 days ആണ് കിട്ടുള്ളൂ. ഓക്കെ. ഇൻ കേസ് ഓഫ് മിസ്കാരേജ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്ര വീക്സ് വരെ കിട്ടും? 84 days കിട്ടുമോ? ഇല്ല, 6 weeks കിട്ടുള്ളൂ. 6 weeks റെസ്റ്റാണ് പറയാം. ഇതാണ് മെറ്റേണിറ്റി ലീവിൽ വരുന്ന മേജർ കാര്യം. ഇനി മെറ്റേണിറ്റി ലീവിൽ വരുന്ന മേജർ വേറെ അല്ല, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഫോർ സേ നിങ്ങളിപ്പോൾ ഫിക്സഡ് ടൈം കോൺട്രാക്റ്റിലാണെന്ന് വയ്ക്കുക. നിങ്ങൾ ഇന്ന് കോൺട്രാക്റ്റ് കയറി. ഇപ്പോൾ ജൂൺ ഈ മാസം 1-ാം തീയതി നിങ്ങൾ കോൺട്രാക്റ്റ് കയറി. അപ്പോൾ 1 year കോൺട്രാക്റ്റാണ്. നിങ്ങളുടെ കോൺട്രാക്റ്റ് എന്ന് തീരും? നെക്സ്റ്റ് ഇയർ ജൂൺ കയറ്റിരോ? ഞാൻ ജൂൺ 1-ാം തീയതി എന്നാണ് പറഞ്ഞത്. ഞാൻ ജൂൺ 1-ന് നിങ്ങൾ കോൺട്രാക്ട് തുടങ്ങി. അപ്പോൾ നെക്സ്റ്റ് ഇയർ May 30 വെച്ച് നിങ്ങളുടെ കോൺട്രാക്ട് എൻഡ് ചെയ്യും അല്ലേ? ഞാൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനോട്, നിങ്ങൾ ഫീമെയിൽ സ്റ്റുഡൻസിനോടാണ് ചോദിക്കുന്നത്. ഇൻ കേസ് നിങ്ങൾ ക്യാരിയിങ് ആയി, ഞാനൊരു എക്സാമ്പിൾ പറയണതാണ്, ക്യാരിയിങ് ആയി, പക്ഷെ നിങ്ങളുടെ ഓർഗനൈസേഷൻ നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യാമെന്ന് വയ്ക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ കോൺട്രാക്ട് ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ് തരാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങൾ ടെർമിനേറ്റ് ചെയ്തു. അങ്ങനെ ചെയ്യാൻ പറ്റും. ബോംബെ ഹൈക്കോർട്ടിൻ്റെ റൂളിംഗ് ഔട്ട് അനുസരിച്ച് ഒരു ഫീമെയിൽ സ്റ്റാഫ് അവരുടെ കോൺട്രാക്ട് എഗ്രിമെൻറ്റ് തീർന്നു എന്ന് പറഞ്ഞ പേരിൽ എന്ത് ഡിനേ ചെയ്യാൻ പറ്റില്ല? മെറ്റേണിറ്റി ബെനിഫിറ്റ് ഡിനേ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ എല്ലാ നിങ്ങൾ ഫീമെയിൽ എന്നല്ല, മെയിൽ നിങ്ങൾ മെമ്പേഴ്സ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട റൂളാണ്. വൺസ് നിങ്ങളുടെ അടുത്ത് നിങ്ങളൊരു HR പ്രൊഫഷണലായിട്ട് ഇരിക്കേണ്ടതാണ്. നിങ്ങളുടെ ഓർഗനൈസേഷൻ പറയും, എന്ത് പറയും? ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്, എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്. എൻ്റെ ബോസിൻ്റെ അടുത്ത് പറഞ്ഞു കോൺട്രാക്റ്റ് എൻഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ എൻഡ് ചെയ്തു. പക്ഷെ എനിക്ക് ലീഗലി എനിക്കറിയാം ഇത് പറ്റില്ല, ഇത് പ്രശ്നമുള്ള കാര്യമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? നമ്മൾ ചെയ്യേണ്ട ഒരു കുറേ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വി ആർ റെസ്പോൺസിബിൾ പേഴ്സൺ അല്ലേ? നമ്മളായിരിക്കും റെസ്പോൺസിബിൾ പേഴ്സൺ. ദേ വിൽ ആസ്ക് അസ് ക്വസ്റ്റ്യൻസ് അല്ലേ? നമ്മുടെ അടുത്ത് ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല, നിങ്ങൾക്ക് ഇത് അറിയാവുന്ന കാര്യമില്ലേ, നീ ഇത് എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിക്കും നമ്മുടെ അടുത്ത്. പക്ഷേ ഞാൻ എൻ്റെ കേസിൽ എനിക്ക് പ്രാക്ടിക്കൽ ഇതായിട്ട് വന്നപ്പോൾ ഞാൻ ഇത് ചെയ്തു. എന്ത് ചെയ്തു? എൻ്റെ ബോസിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് റിട്ടേൺ ആയിട്ട് എഴുതണം, ഇത് കാര്യം ഇതെങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ എഴുതി വാങ്ങിച്ചു. അപ്പോൾ ആര് സേഫായി? ഞാൻ സേഫായി. പക്ഷേ എനിക്കറിയാം നിയമം ഇതല്ലെന്ന്. ഇതല്ല ഫോളോ ചെയ്യേണ്ട. ആൾക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ് കണ്ടിന്യൂ ചെയ്യണം. 2 മാസം കൂടി കണ്ടിന്യൂ ചെയ്ത് കൊടുത്തിട്ടാണ് ആളുടെ എംപ്ലോയ്മെൻറ്റ് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ബോസ് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തു. പക്ഷേ നമ്മൾ സേഫറായിരിക്കണം. നിയമം എനിക്ക് അറിയാവുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് എംപ്ലോയി സൈഡിൽ എംപ്ലോയർ ആയാലും നമ്മൾ എന്തറിയണം? നിയമം അറിയണം. ഞാൻ എന്ത് ചെയ്തു? റിട്ടേൺ ആയിട്ട് എഴുതി വാങ്ങിച്ചു. അപ്പോൾ ആര് സേഫായി? ഞാൻ സേഫായി. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പ്രാക്ടിക്കലി പറഞ്ഞു തന്നതാണ്.